ടൗൺ പ്ലാനിംഗ് വകുപ്പിൻ്റെ സ്ട്രക്ചറൽ വേരിയേഷൻ പ്ലാനിൻ്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി. അതിൻ്റെ ആക്ഷേപങ്ങൾ കൊടുക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. പലരും ആക്ഷേപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ നീട്ടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ബേസിക്കലി അതിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഭരണഭാഷ മലയാളം, നമ്മുടെ ഭാഷ മലയാളം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതുമാത്രമേ മലയാളത്തിലുള്ളൂ. ബാക്കിയുള്ള എല്ലാ സാങ്കേതിക പദങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 69 പേജ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സാധാരണക്കാരന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ പദങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ക്വാളിറ്റി ഉള്ളവർക്ക് വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ അതൊരു അപൂർണമായ ഒരു ഡോക്യുമെൻ്റാണെന്ന് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചേരാനെല്ലൂരിലെ പട്ടികയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും സർവേ നമ്പറിൻ്റെ കാര്യത്തിൽ 3 സർവേ നമ്പർ മാത്രമേ അതിനകത്ത് നമ്മൾ പരിശോധിച്ചിട്ട് കണ്ടുള്ളൂ. അതായത് പൂർണ്ണമായ പട്ടിക അവർ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിറ്റൂർ ചേരാനെല്ലൂർ റോഡിൻ്റെ വീതി കൂട്ടൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിറ്റൂർ ചേരാനെല്ലൂർ റോഡിൻ്റെ എക്സിസ്റ്റിംഗ് വീതി എന്ന് പറയുന്നത് 9 മീറ്റർ എന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ തെറ്റാണ്. പല സ്ഥലത്തും 7 മീറ്റർ പോലും ഇല്ല. അത് 12 മീറ്ററായിട്ട് വികസിപ്പിക്കുമെന്നാണ് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. അതായത് 3 മീറ്റർ കൂടുകയാണെന്ന് പറഞ്ഞാൽ 2 വശത്തും 1.5 മീറ്റർ വിട്ട് കളയണം. അപ്പോൾ 2 വശത്തും 1.5 മീറ്റർ വിടുകയാണെങ്കിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് ചിറ്റൂർ ചേരാനെല്ലൂർ റോഡ്. അവിടെ 1.5 മീറ്റർ വിട്ടാൽ ചേരാനെല്ലൂർ പഞ്ചായത്ത് ഏതാണ്ട് നിഷ്പ്രഭമായി പോകുന്ന രീതിയിലായിരിക്കും ആ റോഡിൻ്റെ വികസനം. പിന്നെ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതിൻ്റെ വീതിയില്ലായ്മ മാത്രമല്ല, അത് പല സ്ഥലത്തും വളവുണ്ട്. ഈ വളവ് നിവർത്താനുള്ള ഒരു പദ്ധതി അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതായത് ശാസ്ത്രീയമായ ഒരു ട്രാഫിക് ഡെൻസിറ്റിയോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയോ പഠിക്കാതെയാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 3 മീറ്റർ കൂട്ടിയാൽ പോലും ചേരാനെല്ലൂരിലെ 4000 പേര് ചേരാനെല്ലൂർ ജീവിക്കുമ്പോൾ ഉണ്ടായ ഒരു റോഡ്, അത് തന്നെ ഉണ്ടായി വന്ന റോഡ്, അത് 15 മീറ്ററായിട്ട് വികസിപ്പിച്ചാലും യഥാർത്ഥത്തിൽ നമ്മുടെ ട്രാഫിക് ഡിമാൻഡിനെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി ഇത്തരം പദ്ധതികളിൽ പഴയ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുള്ള പോലത്തെ റോഡുകളൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. കാരണം അതൊന്നും ആർട്ടിലറി റോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീതിയുള്ള 23 അല്ലെങ്കിൽ 30 മീറ്റർ വീതിയുള്ള റോഡുകൾ വേണം. അത്തരം റോഡുകളൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും എൻവയറൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും കമ്പൽസറിയാണ്. അപ്പോൾ അത്തരമൊരു റോഡ് ഡിസൈൻ ചെയ്യാനായിട്ട് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ നല്ലത് GCD ആണ്. അപ്പോൾ GCD അത്തരത്തിലുള്ള റോഡ് ചാത്തിയാത്ത് മുതൽ ചിറ്റൂർ വഴി പോയി കോതാട് ചേരുന്ന ഒരു റോഡ് അവർ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ കിറ്റ്കോ പഠിച്ച DPR ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ റോഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പ്രോജക്റ്റ് കോസ്റ്റ് ആയിട്ട് 300 കോടി രൂപയാണ്. ആ 300 കോടി രൂപയ്ക്ക് നമുക്കൊരു റോഡ് പണിയുന്നതാണോ